ഹസ്കർ, ഇത് പിണറായി വിജയന്റെ ഒരു ദെങ് സിയാവോ പിങ് മൊമെന്റ് ആണോ? ചൈനീസ് മോഡലിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു, കേരളത്തിന്റെ ദങ്ങായി പിണറായി വിജയൻ മാറുന്നു, അദ്ദേഹത്തിന്റെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും ഇനി എലിയെ പിടിക്കാൻ പോവുകയാണോ? അല്ല, കേരളത്തെ നമുക്കൊരു ഒറ്റപ്പെട്ട തുരുത്തായി കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത ബൂർഷ്വാ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനയാണുള്ളത്. സ്വാഭാവികമായും ആ ഘടനയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ കേരളവും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി മുതലാളിത്ത പാതയിൽ നിന്നിരുന്ന നല്ലതിനെ കാംക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേരത്തെയും സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. അത് തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ സ്വീകരിക്കുന്നതിനു വേണ്ടി 2022 നവകേരളം എന്ന് പറയുന്ന ഒരു രേഖ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ എറണാകുളം സമ്മേളനം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് തീരുമാനം ഉണ്ടായ സമ്മേളനത്തിൽ തന്നെ ഹസ്കർ കാണേണ്ടത് മുഖ്യമന്ത്രിയെ കുറിച്ചൊരു സിംഗിൾ ലൈൻ വിമർശനം പോലും ഇല്ലാതെയാണ് കൊല്ലത്ത് നാളെ സമ്മേളനം അവസാനിക്കുന്നത്. സാധാരണ നിലയിൽ 10 കൊല്ലമായി ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു വിമർശനവും നേരിടാതെ വരുമോ? ഇപ്പോൾ ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് പറ്റാത്തവരായി ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞും മോർച്ചറിയിലെ ശ്മശാനത്തിലെ മൃതദേഹവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. പക്ഷേ ഒരു സിംഗിൾ വിമർശനം പോലും, ഒരു ഒറ്റ വലിയ വിമർശനം പോലും പിണറായി വിജയൻ നേരിടുന്നില്ല. നവകേരള രേഖയിൽ ചില ആശങ്കകൾ ചില ആളുകൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ, അപ്പോൾ കേരളത്തിലെ CPM സംഭവിക്കുന്നത്, താങ്കൾ ചൈനീസ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അവിടെ ദെങ്ങിന്റെ കാലം കഴിഞ്ഞു, ഒടുവിൽ ഷീ ജിൻപിങ്ങിന്റെ കാലത്ത് പുതിയ ഒരു ഇസം തന്നെ അവിടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ പിണറായിസം മാർക്സിസത്തിന് ശേഷം നടപ്പാൻ പോവാണ്. ഒരിക്കലല്ല, അങ്ങനെ നമ്മൾ അതിനെ ചെറുതായി കാണരുത്. വിമർശകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങളിൽ എപ്പോഴും വിമർശനം ഉണ്ടാവാറുണ്ട്, സ്വയം വിമർശനം ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും നിശ്ചയമായും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടായിട്ടുണ്ടാവും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് അതൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വസ്തുത. പ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ളവർ കൃത്യമായി അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. ആ വിമർശനവും സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് രൂപീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായി പിണറായി വിജയന് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മികച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചുവെക്കാനില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ കൂടി ഫലവും വിശാല ബോധത്തോടു കൂടി അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം എടുത്തിട്ടുള്ള നടപടികളാണ്. അതാണ് 2022 നവകേരള രേഖ തന്നെ. ശരി.